അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് ടൈലർ, ഹരികുമാർ മാവേലിക്കര. അപ്പോൾ ഞങ്ങളിവിടെ ആലപ്പുഴ ബീച്ചിലാണ് ഇപ്പോൾ. ആലപ്പുഴ ബീച്ചിൽ വരാനുള്ള കാരണം ഞങ്ങൾ വേറെ പ്രോഗ്രാമായിട്ട് വന്നാണല്ലേ. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ട്രെയിന് കുറച്ച് നേരം കഴിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ലേറ്റാണ് 6:20 ട്രെയിൻ. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഇവിടെ ആലപ്പുഴ അടുത്ത് തന്നെയാണ് ആലപ്പുഴ ബീച്ച്. തൊട്ടടുത്താണ്. അത് റെയിൽവേ സ്റ്റേഷൻ നടക്കാനുള്ള ദൂരം കേട്ടോ. ആലപ്പുഴ ബീച്ച് കാണാൻ വരുന്നവർക്ക് വളരെ രസമാണ് സംഭവം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങി ഒന്ന് നടക്കേണ്ട ദൂരമുള്ളൂ. ഞങ്ങളിപ്പോൾ നടന്നാ വന്ന് ഇപ്പോൾ തിരിച്ച് 6:20 വരെ നമ്മൾക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആലപ്പുഴ ബീച്ചിലെ രസകരമായ സംഭവങ്ങൾ കാണാം അല്ലേ. ജനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ആൾക്കാരൊക്കെ ആളുകളുണ്ടോ. ഒത്തിരി നല്ല നല്ല ഗെയിമുകളൊക്കെ നടക്കുന്നു. ഇവിടെ ഈ പറഞ്ഞ ഗെയിം ഉണ്ടല്ലേ. എത്ര 100 രൂപ എൻട്രി കൊടുത്തിട്ട് 120 സെക്കൻഡ് ഹാങ് ആയി കിടക്കുവാണെങ്കിൽ 1000 രൂപ. അത് വാങ്ങാൻ വേണ്ടി 2-3 പേര് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ. 100 രൂപ എൻട്രി ഫീസ് ആണ് അതിന്. അത് 100 രൂപ കൊടുത്താലും 2 ചാൻസ് ഉണ്ട്. 2 ചാൻസ് ഉണ്ട്. അതാണ് ഏറ്റവും വലുത്. 100 രൂപ കൊടുത്താലും 2 ചാൻസ് ഉണ്ട്. ഇപ്പൊ 2-3 പേര് ചെയ്യുന്ന കണ്ടു. വളരെ സംഭവമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യാൻ പ്രാക്ടീസിലാണ്. ഞങ്ങളത് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ. ആളുകൾ കൂടിട്ടോ. ജനം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. ആരും കേറില്ല ഒന്നുമില്ല. ആലപ്പുഴ ബീച്ചിന്റെ മനോഹാരിതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം വെയിലുണ്ടല്ലേ. വെയിലുണ്ട്, പക്ഷെ അതിന് നല്ല ആൾക്കാരും കിട്ടും. കാരണം കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. നമ്മൾ നല്ല കാലാവസ്ഥയാണ്. കാരണം മഴ ഇല്ലാത്തതാണ്. കാരണം ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല തുടർച്ചയുള്ള നല്ല മഴയാണ്, ശക്തമായ മഴ. പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും മടിക്കുന്ന സമയമാണ്. പക്ഷെ ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ ആളുകളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് അല്ലേ. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 3ാമത്തെ പ്രോഗ്രാമാണ്. ഇന്നത്തെ 3ാമത്തെ പ്രോഗ്രാമാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെ 3 പ്രോഗ്രാം. ഇനി അടുത്ത് ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ്. ഏതാനും ദിവസത്തേക്ക് നമ്മളുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തുന്നതായിരിക്കും. നമുക്ക് അതിലോട്ട് പോയാലോ. അവിടെ ആളുകള് ബജ്ജിക്ക് പോയാലോ. ആലപ്പുഴ നമുക്ക് ബജ്ജി എങ്ങനെ നോക്കിയാലോ. വെറൈറ്റി ഐറ്റംസ് വല്ലതും നോക്കാല്ലേ. ഇത് SM സിൽക്സിൻ്റെ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. ഉദ്ഘാടനമാണ്. അപ്പോൾ തന്നെ IM വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ പരസ്യപ്രചാരണമായിട്ടാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. വല്ലോ കയറാൻ പോകുക. ഈ പയ്യൻ കയറിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു സംഭവം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഹരിച്ചേട്ടൻ കയറാൻ പോകട്ടോ. ഹരിച്ചേട്ടൻ ഒന്ന് ജസ്റ്റ് ട്രെയിൻ അടിക്കാൻ പോലെ. ഓക്കെ ഗൈസ്, അപ്പം ഇതിന്റെ ബോർഡ് കാണിച്ചത് 150 ഹാങ് ഓവർ അല്ല, വിൻ ചെയ്ത ആൾക്കാർക്ക് പൈസ കിട്ടില്ല. വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. ഒത്തിരി ആൾക്കാർ വിൻ ചെയ്തിട്ടുണ്ടല്ലേ. ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടന്നതിന്റെയാണോ? ഇവിടെ നടന്നതിന്റെയാണെന്നാ പറഞ്ഞത്. അല്ലേ, ഓൺ ദ സ്പോട്ടിലാണോ പ്രൈസ്? അതോ അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ഫ്രീ ആണോ? ട്രയൽ അടിച്ച് നോക്കിയാണോ? 10 സെക്കൻഡേ ഉള്ളൂ. അല്ല ചേട്ടൻ ട്രയൽ അടിച്ച് നോക്കണം. ട്രയൽ അടിച്ച് നോക്കിയാ 10 സെക്കൻഡ് നിൽക്കണം. പക്ഷെ ഈ ഒരു പരിപാടിയാണെ കണ്ടല്ലേ, ആൾക്കാര് ഫുൾ ആകാംക്ഷയിലുണ്ടോ. കാരണം എന്താവും എങ്ങനെയൊന്നും അറിയാൻ പാടില്ല. കിട്ടി വന്നിരിക്കുന്നു. എല്ലാരും ഉണ്ട്. തൂങ്ങി നോക്കുന്നോ.
സുധീഷ് നോക്കുന്നുണ്ടോ? സുധീഷ് നോക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു ഹരിച്ചേട്ടാ എക്സ്പീരിയൻസ്? 8 സെക്കൻഡ് തന്നെ കൈ ചെറുതായിട്ടൊന്ന് മസിലൊക്കെ പിടിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അവർ പറഞ്ഞ 10 സെക്കൻഡേ ഉള്ളൂ എന്റെ പ്രാക്ടീസ്. അതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മള് പൊളിച്ചേനെ. അടുത്ത പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വരും വീട്ടിൽ ഇതൊരെണ്ണം ഉണ്ടാക്കിയിട്ടല്ലേ. ഓക്കെ അടുത്ത ചാനലിൽ സുധീഷ് തേനൂർ. പൈസ കൊടുക്കോ? ആയിരം കിട്ടുവാണെങ്കിൽ മാത്രമേ ആലോചിച്ചാൽ മതി. ഒരു മിനിറ്റ് കഴിഞ്ഞല്ലേ? 1 മിനിറ്റ് 7 സെക്കൻഡ് 8ആയി 10 അനങ്ങാടക്ക് 13 14 പിന്നെ 15 16 17 കൈ അടിച്ചു കൊടുക്കണം. ഞങ്ങള് പറയാം 2 മിനിറ്റ് 2000 രൂപ. 2000 കുറച്ച് 37 ഇനിയും വേണം 23 സെക്കൻഡ്. 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് 1 മിനിറ്റ് 37 സെക്കൻഡാണ്. ആലപ്പുഴ ബീച്ചിലാണ് ഇപ്പോൾ നമ്മള് ചായയും ബജ്ജിയോ ചായയും കക്കയിറച്ചിയാണ്. എനിക്ക് കോമ്പിനേഷൻ ഉണ്ടോന്ന് അറിയത്തില്ല. സുധീഷന് കക്ക ഫ്രഷ് കക്ക കിട്ടുമെന്ന് പറഞ്ഞു. നോക്കാൻ നമുക്കല്ലേ ഇവിടുത്തെ കടലില്. ചേട്ടാ ചേച്ചി ഇത് കക്ക ചൂടാക്കില്ലേ? ആണോ? അന്നൊരു പ്ലേറ്റ് വേണ്ട, കക്ക മാത്രം മതി. ടേസ്റ്റ് നോക്കാൻ എങ്ങനെ അറിയാലോ. 2 ചെറിയ സ്പൂൺ വേണം. ചായ 12 ചായ 12 2 ചായ 12. അതെ എടുക്കുന്നുണ്ട്. ചായ കൊണ്ടുണ്ടായിരുന്നേ സ്പൂൺ കൊടുക്കാം. 2 സ്പൂൺ. ചേച്ചി അവിടെ ഇരിക്കുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്നു. അയ്യോ ഹെൽമെറ്റ് നേരെ മണലിലേക്ക് എത്തിട്ടോ. ഇതേ സംഭവം സബൂറാണോ നോക്കട്ടോ. നമ്മുടെ ഇതിനും ഉണ്ടാക്കി വെക്കാൻ 2 സ്പൂൺ വരട്ടെ. ചൂടാക്കി തന്നവര്? ഇല്ല, ചൂടാക്കാൻ പറ്റില്ല. അയ്യോ ക്യാ ബാത്ത്. അതെ, നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ എന്താ പറയുന്നത്, കക്ക ഫ്രൈ. കക്ക റോസ്റ്റ് ആണ്. സാധനം കൊള്ളാട്ടോ. പക്ഷെ ഒന്ന് ചൂടാക്കിയിട്ടില്ല. ചൊന്നൂടി ടച്ചിങ് വശിച്ച സാധനം ഇല്ല. ചേട്ടാ ഈ ചായയും കക്കയും, അല്ല ചായയും കക്കയും നമ്മുടെ കോമ്പിനേഷൻ ഇല്ലാത്ത സാധനമുണ്ട്. ചായയും കക്ക ഇറച്ചി. എന്നാലും നമ്മളൊന്ന് അടിച്ച് നോക്കുകയാണ്. നാളെ രാവിലെ അറിയേണ്ട റിസൾട്ടൊക്കെ. ഈ ലാബിന്റെ ടെസ്റ്റിങ് കൊടുക്കുകയാണ്. നമ്മൾ രാവിലെ അറിയേണ്ട റിസൾട്ടൊക്കെ. വാ, ചെറിയൊരു ഉള്ളിയൊക്കെ അടിച്ചപ്പോൾ വാ. ചായ കൊള്ളാം കേട്ടോ. അല്ലേ? ചായ കൊള്ളാം, കക്കയും കൊള്ളാം അല്ലേ? പക്ഷെ ഇത് രണ്ടും കോമ്പിനേഷൻ ആണെന്നുള്ള കൊള്ളാം. നമുക്ക് നാളെ അറിയാം. റിസൾട്ട് നാളെ അറിയാം. ചായയും കക്ക ഇറച്ചിയും കോമ്പിനേഷൻ ആണോ? ഇതിന് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ. ഓക്കെ. അല്ല, ഒരു ഇത് മേടിച്ചായിരുന്നു. കക്ക ചേട്ടാ ചായയും കക്കയും. ചായയും കപ്പയും കോമ്പിനേഷൻ ആയിരുന്നു. ചായയും കക്കയും കോമ്പിനേഷൻ ആണോ? ഇവിടെ ചോദിച്ചു ഉത്തരം കിട്ടിയിരിക്കും. റിസൾട്ട് എപ്പോൾ അറിയാൻ പറ്റും ഇതിന്റെ?
ഏതാ? വീടുവരെ എത്തിയാ? അല്ലേ അപ്പൊ എന്തായാലും ട്രെയിനിലായോണ്ട് കാര്യമായി. അങ്ങനെ കഴിച്ചിട്ടാരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടെ. സംഭവം കൊള്ളായിരുന്നു, നല്ലതാ കേട്ടോ. നമ്മളിവിടെ ആലപ്പുഴ ബീച്ചിലെ രസകരമായ കാഴ്ചകൾ കഴിഞ്ഞു. ഹാങ്കപ്പ് കണ്ടു, കക്കയും ചായ ചായയും കുടിച്ചു. ഇവർ കണ്ടു ചേട്ടന്മാര് കക്കയും കപ്പയാണ് കഴിക്കുന്നത്. ഇതാണ് ശരിക്കും കോമ്പിനേഷൻ. ഞങ്ങൾ കക്കയും ചായയോ കുടിച്ചു. ചേട്ടൻ കക്കയും അപ്പൊ നമ്മളൊരു വെറൈറ്റിക്ക് ആയിട്ട് ഇവിടെ വന്നപ്പോ മാറ്റി പിടിച്ചാണ് സംഭവം. കക്കയും ചായയും മാത്രം കുടിച്ചു. എന്നാ അടിപൊട്ടിച്ചാ? അയ്യോ എന്തൂരുങ്ങ? கோயம்புத்தூர்லயா? காந்திபுரம். காந்திபுரம் மேல்பால கீழயா? நூறு ரோடா? ரோட கடைசியில் டாட்டாபாத் வர போனோமா? ரோட்ல இருக்கீங்களா? வெரி குட். விவசாயம் பண்ணுங்களா? இதா கடை வச்சிருக்கீங்களா? ഞാനങ്ക ഗാന്ധിപുരം. ഞാനങ്ക എന്താണ് അവരാശി റോഡിൽ അങ്ക ഒരു കമ്പനിയില് ലക്ഷ്മി മില്ല് തണ്ണീർപ്പന്തൽ അങ്ക ഒരു കമ്പനിയിൽ വർക്ക് പണിയെടുക്കും. അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോ നമ്മള് മലയാളികൾ മാത്രമല്ല എല്ലാവരും ഉണ്ട്. എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇന്നത്തെ എന്തായാലും രസകരമായ കാഴ്ചകൾ അറിയാലോ. രാവിലെ ഒരു വൈകിട്ട് തുടങ്ങിയ അങ്കമ്പട്ടാണ്. 7 ദിവസം പോയി കിട്ടി. അപ്പൊ ഈ ഒരു ബീച്ചോട് കൂടി നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും. നിങ്ങളെവരുടെ സ്നേഹം പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നേ വിടവാങ്ങിയാണ്. ഗുഡ് ബൈ. സുധീഷ് തേനോ.